എൻ്റെ പേര് ബീന. ഇന്ന് ഞാൻ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂട്രീഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷൻ. നമുക്കറിയാം, ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് കുഴഞ്ഞു വീണ് മരിക്കുക. അത് സഡൻ ഡെത്ത് ആണ് ഉണ്ടാവുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. ഇതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പല ഡോക്ടേഴ്സിന്റെയും നിഗമനം ഇത് ബ്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ആണെന്നാണ്. ഇറ്റ്സ് ലൈക്ക് സെറിബ്രൽ ഹെമറേജ്. ഇതിന്റെ കാരണം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മുടെ മുത്തശ്ശന്മാരുടെ കാലത്ത് അടുക്കള തോട്ടത്തിൽ നിന്നും ഭക്ഷണം ശേഖരിച്ച് പാകം ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു. പിന്നെ അവർ മൺചട്ടിയിലാണ് പാചകം ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ അവസ്ഥ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്, വിളവെടുത്തതിന് ശേഷം. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറെ കാലം സൂക്ഷിക്കുന്നു. അതെടുത്ത് പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ ബാക്കി വരുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് അറിയേണ്ടത് അത്യാവശ്യം. ഇപ്പൊ പണ്ടെങ്ങും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിന് കാരണം എന്ത്? നമുക്കറിയാം, 2015 ആവുമ്പോഴേക്കും നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ 75 ആവുമെന്നാണ് കണക്ക്. അതിനർത്ഥം 3-ൽ ഒരാൾ 100 വയസ്സ് വരെ ജീവിക്കുമെന്നർത്ഥം. 100 വയസ്സ് വരെ ജീവിക്കുന്നു എന്നതിലല്ല, അദ്ദേഹം ക്രിയേറ്റീവായും എനർജറ്റിക് ആയും പ്രൊഡക്റ്റീവായും ജീവിക്കുന്നതിലാണ് കാര്യം. അപ്പോഴാണ് നമ്മുടെ ഏജിങ്ങിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ലിവിങ് ഷോർട്ട് ആൻഡ് ഡൈയിങ് ലോങ്? അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാല്, ഒരു 30-35 വയസ്സായി ആകുമ്പോഴേക്കും ഡയബറ്റിക് ബാധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 40 വയസ്സാവുമ്പോഴേക്കും ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആയിട്ടുണ്ടാവാം. അതിനുശേഷം അയാളുടെ ലൈഫ് നമുക്ക് പ്രൊലോങ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? മെഡിക്കൽ സയൻസിന്റെയും ടെക്നോളജിയുടെയും സഹായത്താൽ. പക്ഷെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി അത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് എന്തായാലും നമുക്ക് അതിലൊരു കുറവ് സംഭവിക്കും. അങ്ങനെ ഇല്ലാതെ പ്രൊഡക്റ്റീവായും എനർജറ്റിക് ആയും ക്രിയേറ്റീവ് ആയും നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഏജിങ് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ന്യൂട്രീഷനെ പറ്റി പറയുകയാണെങ്കിൽ, അതിന് നമ്മുടെ ഈ ഒരു അവസ്ഥയില് ന്യൂട്രീഷന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അപ്പൊ എന്താണ് ന്യൂട്രീഷൻ? നമുക്കറിയാം, 6 ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ. കാർബോഹൈഡ്രേറ്റ്സ്, protein, fat, vitamins and minerals, and finally water. These are the 6 types of nutrients. ഇതില് കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കുന്നത്, അല്ലെ? റൈസ്, നമ്മളിപ്പോ പുട്ട്, ഇഡലി, ദോശ അല്ലെങ്കിൽ ചപ്പാത്തി, ഇതിലൊക്കെ ഉള്ള കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കാർബോഹൈഡ്രേറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ്, അല്ലെ?
അങ്ങനെ ഗ്ലൂക്കോസ് ആയി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മുടെ ഹോൾ ഡേയിലുള്ള എനർജിക്ക് ഏറ്റവും അത്യാവശ്യമാണ് കാർബോഹൈഡ്രേറ്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ഹോൾ ഡേയുടെ എനർജറ്റിക് ആയിട്ടുള്ള ആക്ഷന് ബ്രേക്ക്ഫാസ്റ്റ് വളരെ അത്യാവശ്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ന്യൂട്രിയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അടുത്തത് ഇപ്പൊ റൈസ്, വീറ്റ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് അത് കഴിക്കുമ്പോൾ നമുക്ക് ധാരാളം കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അതുപോലെ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ ബോഡി ബിൽഡിംഗ് മെക്കാനിസം, നമ്മുടെ ബോഡിയിലെ ടിഷ്യൂസ് ആൻഡ് സെൽസിന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും പറയാറുണ്ട് എഗ്ഗ്, ചിക്കൻ, അതുപോലെ എല്ലാ മീറ്റിലും പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ പയറുവർഗ്ഗങ്ങളിലും പരിപ്പ് വർഗ്ഗങ്ങളിലും നമുക്ക് അതിൽ നിന്നെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഫാറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് അല്ലെ. ഇന്നിപ്പോ എല്ലാവരും കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന ആദ്യം പറയുക ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറയാറ് അല്ലെ. അപ്പോ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ആസ് ടു, വിസിബിൾ ഫാറ്റ് ആൻഡ് ഇൻവിസിബിൾ ഫാറ്റ്. വിസിബിൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, അതുപോലെ നെയ്യ്, ബട്ടർ, ഇതൊക്കെ വിസിബിൾ ഫാറ്റ് ആണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇനി ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റ് ഒക്കെ വാങ്ങുമ്പോൾ കാണാം അതിൽ വൈറ്റ് കളറിലുള്ള ഒരു ഫാറ്റ്, അതാണ് ഇൻവിസിബിൾ ഫാറ്റ്. അത് നമുക്ക് ഇപ്പോ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൽ എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അതിൽ ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതാണ് നമുക്ക്. അത് കൂടാതെ നമുക്ക് നട്ട്സിലും കുറച്ച് ഇൻവിസിബിൾ ഫാറ്റ്സ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്ര ഡേഞ്ചറസ് അല്ല. ഈ ഇൻവിസിബിൾ ഫാറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കൊളസ്ട്രോൾ ആയി രൂപാന്തരപ്പെടുന്നത്. വിസിബിൾ ഫാറ്റിന് നമ്മൾ അത്ര ഭയക്കേണ്ട ആവശ്യമില്ല. ഇനി ഇൻവിസിബിൾ ഫാറ്റ് നമ്മുടെ നട്ട്സിലുണ്ട്. നട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റ് കിട്ടും. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 8 to 10 നമ്പേഴ്സ് ആണ് നമ്മളിപ്പോ നട്ട്സ് എടുക്കുമ്പോൾ എടുക്കേണ്ടത്. അത് ചിലവരൊക്കെ ഇല്ലേ, ഒരു ഫ്ലേവേർഡ് നട്ട്സ് ഒക്കെ ആണെങ്കിൽ പാക്കറ്റ് കഴിയുന്നവരായിരുന്നു അങ്ങനെ അത് നല്ലതല്ല. നമുക്കൊരു സ്പെസിഫിക് കൗണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ നട്ട്സിൽസ്, ഫാറ്റൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമാണ്. അപ്പോ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള, അപ്പോ നമ്മുടെ ന്യൂട്രിയൻസിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഇപ്പൊ പറഞ്ഞ 3 ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസിലാണ് ഉൾപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആവശ്യമുള്ളതാണ് മാക്രോ ന്യൂട്രിയൻസ്. അതുപോലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വളരെ കുറച്ച് അളവിൽ മാത്രമേ ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആവശ്യമുള്ളൂ. പക്ഷെ അത് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ഹോൾ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന ഘടകങ്ങളാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമുക്ക് അറിയാം, വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഡി, ഇ, കെ എന്നിങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും വൈറ്റമിൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതില് എ, ഡി, ഇ, കെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും ബി ആൻഡ് സി വാട്ടർ സോലുബിൾ വൈറ്റമിൻസും ആണ്.
അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വൈറ്റമിൻ എ, നമുക്കറിയാം കളേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണുന്നത്. അതായത് ക്യാരറ്റ്, മാംഗോ, പംകിൻ, ഇതിലൊക്കെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുണ്ട്. അപ്പോ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. അതുപോലെ ഡി, നമുക്കറിയാം സൺലൈറ്റ് വൈറ്റമിൻ എന്നാണ് അതിനൊരു പേര് തന്നെ, അല്ലെ? നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. കൂടാതെ എഗ്, ചിക്കൻ, അതിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അടുത്തത് വൈറ്റമിൻ ഇ. നമ്മൾ കേട്ടിട്ടില്ലേ, ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഇയുടെ പേര് തന്നെ. അപ്പോ നമുക്ക് അതിനൊന്നും നമുക്ക് അത്ര ഡെഫിഷ്യൻസി ഒന്നും വരാറില്ല. കാരണം നമ്മൾ കഴിക്കുന്ന സാധാരണ മിക്കവാറും ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ വളരെ കുറച്ചായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് അത്ര അധികം ആവശ്യമൊന്നുമില്ല, എങ്കിലും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നട്ട്സിലും അതുപോലെ എഗ്ഗിലും ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പാലിലും ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അടുത്തത് വൈറ്റമിൻ കെ, ക്ലോട്ടിംഗ് ന്യൂട്രിയന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലോട്ടിംഗ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് കട്ട പിടിക്കാനും അതിനൊക്കെ, നമ്മൾ മുറിവൊക്കെ പറ്റിയ ബ്ലഡ് കട്ട പിടിക്കാനൊക്കെ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ കെ എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് കൂടുതൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ സാധാരണ മുരിങ്ങയില, ചീരയില, അതൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോ വൈറ്റമിൻ കെയും നമ്മുടെ ശരീരത്തിൽ അത്ര ഡെഫിഷ്യൻസി ഒന്നും വരാറില്ല. അടുത്തത് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി ആൻഡ് സി. അതായത് വൈറ്റമിൻ ബി നമ്മൾ തവിട് കളയാത്ത അരിയൊക്കെ കഴിക്കാൻ പറയാറില്ലേ, അപ്പോ അതിലൊക്കെ വൈറ്റമിൻ ബി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പാലില് വൈറ്റമിൻ ബി ഉണ്ട്. അതുപോലെ വെജിറ്റബിൾസിലൊക്കെ വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ പുളിപ്പുള്ള പച്ചക്കറികളിലാണ്, ഫ്രൂട്ട്സിലാണ് കൂടുതലുള്ളത്. ഇപ്പോ കൊറോണ കാലത്തൊക്കെ നമ്മൾ പറയാറില്ലേ, വൈറ്റമിൻ സി ഉള്ള ടാബ്ലറ്റ് വാങ്ങി കഴിക്കുക എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. അതുകൊണ്ട് വൈറ്റമിൻ സി എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ അതുപോലെ ലാസ്റ്റ്, അതായത് 6th ന്യൂട്രിയന്റ് ആണ് വാട്ടർ. നമുക്കിപ്പോ വാട്ടർ എന്ന് കേൾക്കുമ്പോൾ അതൊരു ന്യൂട്രിയന്റ് ആയിട്ട് തോന്നാറില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് വാട്ടറിനെ നമ്മളെ ന്യൂട്രിയൻസിന്റെ കോളത്തിൽ ചേർത്തിട്ടുള്ളത്. അപ്പോ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ദൈവം തന്ന ഒരു വരപ്രസാദമാണ് വെള്ളം. വെള്ളം നമ്മുടെ ഇപ്പോ ഈ ഓരോ മാക്രോ ന്യൂട്രിയൻസിനും മൈക്രോ ന്യൂട്രിയൻസിനും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാനും അതിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് നടക്കാനും നമുക്ക് വെള്ളം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ 70% വാട്ടർ ആണ്. അതുപോലെ നമ്മുടെ ബ്രെയിനിലാണെങ്കിൽ 90% വാട്ടർ ആണ്. മസിൽസിലാണെങ്കിലോ 75% വാട്ടർ ആണ്. അതുപോലെ ബ്ലഡിൽ 70% വാട്ടർ കണ്ടന്റ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് എംബഡഡ് ആയിരിക്കുന്നത് 70% വാട്ടർ ആണ്. അപ്പോ വെള്ളത്തിന്റെ പ്രാധാന്യം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ എത്ര വെള്ളം കുടിക്കണം ഏകദേശം ഒരു ദിവസം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1.5 to 2 ലിറ്റർ, 3 ലിറ്റർ. 20 kg ഓരോ ലിറ്റർ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ പണ്ടത്തെ ക്ലാസ്സിൽ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരാറ് 8 ഗ്ലാസ് വെള്ളമാണ് ഒരാൾ കുടിക്കേണ്ടത് എന്നല്ലേ. നമ്മൾ അങ്ങനെയാണ് കേട്ട് വളർന്നത്, നമുക്ക് അറിയുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. എന്ന് വെച്ചാല് അത് നിങ്ങൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വെള്ളം. വെള്ളം നമ്മളിപ്പോ ആർക്കും ഏജ് ആവാൻ കൂടുതൽ ഇഷ്ടമുണ്ടാവില്ല, അല്ലെ? നമ്മൾ എന്നും ചെറുപ്പമായിട്ടിരിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഒരു
ഫ്രഷ്നെസ്സിനും സ്കിന്നിന്റെ സോഫ്റ്റ്നെസ്സിനും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് വെള്ളമാണ്. ക്ലെൻസിങ്ങിന് ഏറ്റവും നല്ലത് വെള്ളമാണ്. ക്ലെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെള്ളമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പൊ ഏകദേശം നമ്മൾ ഒരു 3-3.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ കുറെ അസുഖങ്ങളൊക്കെ നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ആ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ എല്ലാതിന്റെയും ഫ്ലോ കറക്റ്റ് ആയിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോ നമ്മൾ ഇനി മുതൽ ഈ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചിലപ്പോ നല്ല വെയിലത്തൊക്കെ വന്ന് നല്ല ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നമ്മൾ കുറേ വെള്ളം ഒരുമിച്ച് കുടിക്കാറുണ്ട് അല്ലെ. അത് നമ്മുടെ കിഡ്നിക്ക് അത്ര നല്ലതല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ അതിന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത ഗ്ലാസ് വെള്ളം എടുക്കാനായിട്ട്. അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് കുടിക്കണം. എന്ന് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വെള്ളം കുടിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഒരാള് ഒരു ദിവസം ഒരു 3.5 ലിറ്റർ, അതായത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കണം. 20 കിലോ വെയിറ്റ് ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് കുടിക്കാൻ ഇന്ന് മുതൽ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ അത് എന്തായാലും നമുക്ക് നല്ല ഒരു നമ്മുടെ ശരീരത്തിന് ഒരു ഇഫക്റ്റീവ്നെസ് കിട്ടും, ഉറപ്പാണ്. അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞില്ലേ എല്ലാതും ഉൾപ്പെടുത്താന്ന്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ ഇഡ്ഡലിയാന്ന് വെക്കാം. ഇഡ്ഡലി, സാമ്പാർ, ചട്നി നമുക്ക് എന്തുണ്ട്, ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ഇഡ്ഡലിയിലേക്ക് ഇടുന്ന അരിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതുപോലെ ഉഴുന്നില്, ഇഡ്ഡലിയിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് കൂടി ആഡ് ചെയ്യാറുണ്ട്. ഉഴുന്നില് പ്രോട്ടീൻ ഉണ്ട്. ദെൻ സാമ്പാർ വെക്കുമ്പോൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അതിൽ വന്നു. ഇനി കടുക് താളിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുണ്ട് അല്ലെ, അപ്പൊ ഫാറ്റ് ആയി. ഇനി എക്സ്ട്രാ നമ്മൾ ചട്നി കൂടി ആഡ് ചെയ്യുമ്പോൾ അതിലും ഫാറ്റ് ഉണ്ട്. അതേപോലെ കമ്പൈൻ ചെയ്തിട്ട് ആ ഒരു കോമ്പിനേഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറെ രോഗങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ഇനിയിപ്പോ പുട്ട് കടല കഴിക്കുകയാണ് എന്ന് വെച്ചാല് നമുക്ക് എന്തെങ്കിലും അതിലൊരു മിനറൽസ് ഡെഫിഷ്യൻസി തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു കഷ്ണം ബനാന ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതുപോലെ ലഞ്ചിന് തോരൻ, വെജിറ്റബിൾ സാലഡ്, അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ കേട്, അതൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞില്ലേ, സോല്യൂബിൾ ഫാറ്റിന് നമുക്ക് അത്ര പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, വാട്ടർ. അപ്പോൾ വാട്ടർ നമ്മളൊരു ന്യൂട്രിയൻസ് ആയിട്ട് തോന്നില്ലെങ്കിലും അത് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യണം, ഒരു ക്ലെൻസർ ആയിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വെള്ളം കുടിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു കണക്ക്, സ്പെസിഫിക് കൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാറില്ല. അപ്പോ അത് ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ, ഹലോ, ഓക്കെ. അപ്പൊ ഇന്ന് ന്യൂട്രീഷനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.